ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. മീരയും ആവണിയും കൂടി നെല്ലിശ്ശേരിയിലേക്ക് വന്നിരിക്കുകയാണ്. അവരെ കണ്ടിട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘ. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇതെന്താ എന്തെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് അനഘ ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നാ ഞങ്ങൾ കരുതിയത്, പക്ഷേ നിന്നെ കാണുമ്പോൾ തോന്നും ഇതേതോ മൃഗശാലയാണെന്ന്. ഇത് കേൾക്കുന്ന അനഘ ദേഷ്യത്തോടെ അവരെ നോക്കുമ്പോൾ മീര ചോദിക്കുകയാണ്, നീ എന്താ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? ഞാൻ വിളിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അകത്തേക്ക് കയറുമല്ലോ. അതങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് മീര ആവണിയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അവരെ കണ്ടയുടൻ സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി വരികയാണ് അർച്ചന. എന്താ അച്ചു, നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മീര ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അർച്ചന പറയുന്നു. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, വേണ്ട മോളെ, ഞാനേ വീട്ടിലേക്ക് പോവുകയാ. ഇതിവിടെ തന്നിട്ട് പോകാമെന്ന് കരുതി കമലയമ്മ കൊടുത്തു വിട്ടതാ. അവിടെ എന്തുണ്ട് വിശേഷമെന്ന് അർച്ചന ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, കുറെ നാളായി അവിടെ ഒരു വിശേഷം മാത്രമേ ഉള്ളൂ. ആതിരയുടെ വിവാഹം അജയനുമായിട്ട്. കല്യാണം വേഗം നടത്തണമെന്ന അനുപേട്ടൻ പറയുന്നത്. നീയും കൂടി അവളോടൊന്ന് സംസാരിക്കണം. ഇപ്പോഴും വലിയ താല്പര്യമില്ലാത്ത പോലെ തന്നെയാ അവൾ നിൽക്കുന്നത്. ഈ വീട്ടിലേക്ക് കയറി വരണമെന്നുള്ള അവളുടെ ആഗ്രഹം എന്താണെങ്കിലും നടക്കാനേ പോകുന്നില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഈ അജയൻ എന്ന് പറയുന്ന ആള് അത്ര നല്ലതൊന്നുമല്ലെന്ന് അർച്ചന പറയുമ്പോൾ മീര ചോദിക്കുകയാണ്, നിന്നോടിത് ആരാ പറഞ്ഞത്? ആതിരയാണോ? ഞാൻ അറിഞ്ഞിടത്തോളം നല്ല കുടുംബമാ അവൻ്റേത്, നല്ല തങ്കം പോലത്തെ ചെറുക്കനും. എന്ത് വന്നാലും ശരി ആതിരയെ അജയനെ കൊണ്ട് മാത്രമേ കെട്ടിക്കൂ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ് മീര. പിന്നീട് കാണിക്കുന്നത് അനഘയുടെ മുറിയിൽ നിൽക്കുന്ന ആവണിയെയാണ്. എന്നിട്ട് നിന്റെ ആതിരാൻറ്റി വിവാഹത്തിന് സമ്മതിച്ചോ എന്ന് അനഘ ചോദിക്കുമ്പോൾ ആവണി പറയുകയാണ്, അതിന് ആതിരാൻറ്റിയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാണല്ലോ. ഇത് കേൾക്കുന്ന അനഘ ഒരു ഞെട്ടലോടെ ആവണിയോട് ചോദിക്കുകയാണ്, വിവാഹം കഴിഞ്ഞെന്നോ? വിവാഹം കഴിഞ്ഞെന്നോ എന്ന് അനഘ ചോദിക്കുമ്പോൾ ആവണി പറയുകയാണ്, കഴിഞ്ഞെന്നല്ല, അങ്ങനെയാണല്ലോ. ആതിരാൻറ്റി സന്ദീപങ്കളിനല്ലാതെ ആരെയും വിവാഹം കഴിക്കില്ലെന്നാ പറയുന്നത്. സന്ദീപങ്കളിന് വേണ്ടി കാത്തിരിക്കേണ്ടെന്നേ നീ നിന്റെ ആതിരാൻറ്റിയോട് ചെന്ന് പറഞ്ഞേക്ക് എന്നനൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന മീര ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞാൽ മതിയോ? ആര് പറഞ്ഞാലും വേണ്ടില്ല, സന്ദീപ് എന്റേതാണ്. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, അതിന് ആർക്ക് വേണം ആ കിഴങ്ങനെ? നട്ടലില്ലാത്ത അവൻ എന്റെ അനിയത്തിക്ക് എന്താണെങ്കിലും വേണ്ട. വലിയ വീട്ടിലെ പയ്യന്മാര് കണ്ണും കൈയും കാണിക്കുമ്പോൾ വീഴാൻ നടക്കുകയായിരുന്നു നിങ്ങളുടെ അനിയത്തിയെന്ന് അനഘ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആവണി ചോദിക്കുകയാണ്, കണ്ണും കൈയും കാണിക്കുമ്പോൾ മയങ്ങി വീഴുമോ? അപ്പോ കാല് കാണിക്കണ്ടേ? ഇവരെന്താ ഈ പറയുന്നത്? ഇത് കേൾക്കുന്ന മീര ആവണിയെ അർച്ചനയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് അനഘയോട് പറയുകയാണ്, അതെ, മോള് നിന്നതുകൊണ്ടാ ഞാൻ നിന്നെ ഒന്നും പറയാഞ്ഞത്. ഇല്ലെങ്കിൽ നിനക്കിട്ടൊന്ന് പൊട്ടിക്കുന്നത് അവളും കാണില്ലേ? ആതിരയെ നല്ലതുപോലെ തന്നെയാ ദയാനന്ദ മാഷും കമലയമ്മയും വളർത്തിയത്, അല്ലാതെ നിന്നെപ്പോലെ അഴിച്ചുവിട്ടേക്കുമല്ല. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നിങ്ങൾ ഞങ്ങളെല്ലാവരെയും ചതിക്കുകയല്ലേ എന്ന് അനഘ ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, ഈ നിൽക്കുന്ന അനിയത്തിയും സന്ദീപുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ചത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് നിന്റെ ചേച്ചി എൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞു. അതുകൊണ്ട് മാത്രമാ സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് പൈസ തന്നപ്പോൾ വേണ്ടെന്നും പറഞ്ഞില്ല, അത്ര തന്നെ. പിന്നെ ഞങ്ങളെ വലിയൊരു കടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതിൻ്റെ നന്ദിയും കടപ്പാടും അവന്തികയോടുണ്ട്, അത്ര തന്നെ. അതും അവന്തികയോട് മാത്രമാ, അല്ലാതെ നീ അത് കണ്ട് തിളച്ചു മറിയാനൊന്നും നിൽക്കണ്ട. നിനക്ക് ഓർമ്മയുണ്ടല്ലോ എല്ലാം. ഇത് കേൾക്കുന്ന അനഘ അന്ന് തന്നെ മീര തല്ലിയ കാര്യമെല്ലാം ഓർക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ സന്ദീപിനെ കാണാൻ വേണ്ടി വിളിക്കുന്നതാണ്. സേതു പറയുകയാണ്, അനഘയുടെയും നിന്റെയും വിവാഹം ഉറപ്പിച്ചതു മുതൽ നിന്നെ ഒന്ന് നേരെ ചൊവ്വേ കണ്ടിട്ട് പോലുമില്ല ഞാൻ. അച്ഛന്റെ അന്നത്തെ അവസ്ഥ കാരണം മാത്രമാ ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചത്. അനഘയെ എന്റെ ഭാര്യയുടെ സ്ഥാനത്തോ കാമുകിയുടെ സ്ഥാനത്തോ കാണാൻ എന്നെ കൊണ്ട് എന്താണെങ്കിലും ആകില്ല. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, അത് ഈ അച്ഛനും അറിയാം, പക്ഷേ പതിയെ നീ കാര്യങ്ങളോട് പൊരുത്തപ്പെടുമെന്ന അച്ഛൻ കരുതുന്നത്. എന്താണെങ്കിലും അച്ഛൻ തീരുമാനങ്ങൾ എടുത്തെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ജീവിക്കേണ്ടത് നീയാണ്. അതുകൊണ്ട് നീ തന്നെ ഉചിതമായ ഒരു തീരുമാനമെടുത്താൽ മതി. പഴയതുപോലെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന ഒരു മോനെയാ എനിക്ക് ആവശ്യമെന്നും സന്ദീപിനോട് സേതു പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. കുറെ നേരമായല്ലോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ചേച്ചി എന്നോട് പിടിച്ചിരുത്തിയത്, എന്താ കാര്യം? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈവിട്ട കളിയാണ്. കൈവിട്ടു പോയാലേ ദൈവം തമ്പുരാന് പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. സന്ദീപിനെ ആതിരയിൽ നിന്നും പിടിച്ചു വാങ്ങുന്ന കാര്യമാ ഞാൻ പറയുന്നത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? അന്നത്തെ പോലെ നീ കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം, അത്ര തന്നെ. ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, അതൊന്നും പറ്റില്ല. ഒരു തവണ മാറി നിന്നതിന്റെയാ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നത്. അണപ്പല്ലിന്റെ ആട്ടമേ ഇതുവരെ നിന്നിട്ടില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അന്ന് അർച്ചന തന്നെ തല്ലിയ കാര്യമെല്ലാം അനഘ ഓർക്കുകയാണ്. എവിടെയെങ്കിലും നിനക്ക് മാറി നിൽക്കാൻ ഭയമാണെങ്കിൽ ഒരു കാര്യം ചെയ്, നീ ഒരു ട്രിപ്പിന് പൊക്കോ. ട്രിപ്പിന് പോയി നീ തിരിച്ചു വരുമ്പോഴേ നീ ഇവിടുത്തെ മൂന്നാമത്തെ മരുമകളായിരിക്കും, സന്ദീപിന്റെ ഭാര്യ. ചേച്ചി, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ എന്ന് അനഘ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അതെ, പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് നീ ആലോചിച്ചാൽ മതി. നീ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വാ, അപ്പോഴേക്കും സന്ദീപ് നിന്റെ സ്വന്തമായിരിക്കും. ഇത് കേൾക്കുന്ന അനഘ സന്തോഷത്തോടെ അവന്തികയെ നോക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കയറി എങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുന്ന സന്ദീപിനെയാണ്.
അതേസമയം അജയൻ അങ്ങോട്ടേക്ക് വന്ന് സന്ദീപിന്റെ വണ്ടിയുടെ താക്കോൽ ഊരിയെടുക്കുകയാണ്. നമ്മൾ തമ്മിൽ ഒരു കണക്ക് തീർക്കാനില്ലേ, അതിനാ ഞാൻ വന്നതെന്ന് പറഞ്ഞ് സന്ദീപിനെ ചവിട്ടി താഴെ ഇടുകയാണ് അജയൻ. അജയൻ അവിടെ നിന്ന് ഓടുമ്പോൾ അജയന്റെ പിന്നാലെ ഓടുകയാണ് സന്ദീപ്. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ എന്റെ ആളുകൾ സന്ദീപിനെ ചുറ്റും കൂടുകയും സന്ദീപിനെ അവിടെ നിന്ന് എടുത്ത് പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. കൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.